ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. നമുക്കറിയാം, PSC പോലെയുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായ ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് മുതലാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത്? ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം വിജയവാഡ. ഉത്തരം വിജയവാഡ. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് BR അംബേദ്കറുടെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിമയുടെ ഉയരമെന്ന് പറയുന്നത് 206 അടിയാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് അമേരിക്കയിലെ മേരിലാൻഡിലാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഭരണഘടന ശില്പിയായിട്ടുള്ള BR അംബേദ്കറുടെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ്. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അമേരിക്കയിലെ മേരിലാൻഡിലാണ്. കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ? ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ? ഉത്തരം കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നഗരസഭയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ നഗരസഭ. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം. അടുത്ത ചോദ്യം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതി? സ്കൂൾ വിദ്യാർത്ഥികൾക്കു കോടതികൾ വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതി സംവാദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സംവാദ്. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കാനുള്ള അവസരം നൽകുന്നത്. അടുത്ത ചോദ്യം. 2024 ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി? 2024 ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി? ഉത്തരം ദാവോസ്, സ്വിറ്റ്സർലൻഡിലാണ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ദാവോസ്, സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. ഉത്തരം കേരളം. അടുത്ത ചോദ്യം. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചലച്ചിത്രകാരൻ? ഉത്തരം സുരേന്ദ്രൻ നായർ. 2024 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുരേന്ദ്രൻ നായർ. 2022 പുരസ്കാരമാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകുന്ന പ്രതിഭകൾക്ക് വേണ്ടി കേരള സർക്കാർ നൽകുന്ന പുരസ്കാര പദ്ധതിയാണ് രാജാ രവിവർമ്മ പുരസ്കാരം. അടുത്ത ചോദ്യം. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം? അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം? ഉത്തരം കതിരവൻ. ഉത്തരം കതിരവൻ. അരുൺ രാജനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നായകൻ മമ്മൂട്ടി. അടുത്ത ചോദ്യം. 2024 ജനുവരി 16 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി? 2024 ജനുവരി 16 100ാമത് ജന്മവാർഷികം ആചരിച്ച മലയാള കവി? ഉത്തരം
കുമാരനാശാൻ. ഉത്തരം കുമാരനാശാൻ. 2024 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവിയാണ് കുമാരനാശാൻ. അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ്യ. അടുത്ത ചോദ്യം 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദി അരുണാചൽ പ്രദേശ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദി അരുണാചൽ പ്രദേശ്. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലെ പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങ്. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം കുരുമുളക്. ഉത്തരം കുഫ്രി ഉദയ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. ഏത് സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചതെന്നാൽ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ്, തിരുവനന്തപുരം. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഖത്തർ. സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത്. 62ാമത് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയതാരാണ്? കണ്ണൂരാണ്. വേദി കൊല്ലം ജില്ലയായിരുന്നു. 2ാം സ്ഥാനം കോഴിക്കോടിനും 3ാം സ്ഥാനം പാലക്കാടിനുമാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂരാണ്. വേദി കൊല്ലം ജില്ലയാണ്. 2ാം സ്ഥാനം കോഴിക്കോടിനും 3ാം സ്ഥാനം പാലക്കാടിനുമാണ്. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനം ഉത്തരം കേരളം. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം കേരളം. 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് ഉഗാണ്ട. 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് ഉഗാണ്ട. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ്? ഉത്തരം പെഞ്ച് കടുവ റിസർവ്, മഹാരാഷ്ട്ര. പെഞ്ച് കടുവ റിസർവ്, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ലഡാക്ക് ആണ് ഉത്തരം. അടുത്ത ചോദ്യം ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം ഓപ്പറേഷൻ സർവശക്തി. ഓപ്പറേഷൻ സർവശക്തി. 2023 ഫിഫ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. 2023 ഫിഫയുടെ മികച്ച വനിതാ താരം ഐറ്റാന ബോൺമതി. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതി കേര. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതി കേര. ഇന്ദ്രധനുസ് എന്ന ആത്മകഥ എഴുതിയതാര്? ഇന്ദ്രധനുസ് എന്ന ആത്മകഥ എഴുതിയത് ഇന്ദ്രൻസ് ആണ്. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ. 2ാം സ്ഥാനത്ത് ബഹ്റിൻ ദിനാറും 3ാം സ്ഥാനത്ത് ഒമാനി റിയാലുമാണ്. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം
ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി? കുവൈറ്റ് ദിനാർ. രണ്ടാം സ്ഥാനത്ത് ബഹ്റിൻ ദിനാറും മൂന്നാം സ്ഥാനത്ത് ഒമാനി റിയാലുമാണ്. അടുത്ത ചോദ്യം, പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർ നേരിട്ടു നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം DC കണക്ട്. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി കൊച്ചിയാണ്. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് വേദി. ഇന്ത്യയിലെ ആദ്യ ശുചിത്വ ഭക്ഷണ തെരുവ് പ്രസാദം, ഉജ്ജയിനി, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ശുചിത്വ ഭക്ഷണ തെരുവ് പ്രസാദം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷനിൽ 2024 വേദി വാഗമൺ, ഇടുക്കി. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 വേദി വാഗമൺ, ഇടുക്കി. അടുത്ത ചോദ്യം, ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യ. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യ. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലം ഏതു രാജ്യത്തെ മാതൃകയാക്കിയിട്ടുള്ളതാണ്? ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലം ഏതു രാജ്യത്തെ മാതൃകയാക്കിയിട്ടുള്ളതാണ്? ഉത്തരം ചൈന. കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഉത്തരം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150ാമത്തെ വാർഷികമാണ് ആചരിച്ചത്. 2024 ജനുവരിയോടുകൂടി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ 150ാമത്തെ വാർഷികമാണ് ആചരിച്ചത്. കാലാവസ്ഥാ വകുപ്പ് 1875 ജനുവരി 15 കൊൽക്കത്ത ആസ്ഥാനമായാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂററ്റ്, ഗുജറാത്ത്, ഇൻഡോർ, മധ്യപ്രദേശ്. കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂററ്റും ഇൻഡോറുമാണ്. തുടർച്ചയായി 7ാം തവണയാണ് ഇൻഡോർ 1ാം സ്ഥാനം നേടുന്നത്. സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും കേരളം 22ാം സ്ഥാനത്തുമാണ്. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം 2023 അടുത്ത ചോദ്യം, 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവ്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണി ദാസൻ. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി USA, വെസ്റ്റ് ഇൻഡീസ്. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്ക. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ IPS ഉദ്യോഗസ്ഥ ശ്വേത K സുഗതൻ മലയാളിയാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത K സുഗതൻ.
ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള ആദ്യ രാജ്യം അമേരിക്കയാണ്. രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2024 ജനുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ക്ലാസ്സാണ് നമ്മൾ നോക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് PSCയുടെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.